വിയറ്റ്നാമീസിന്റെ ഒരു ഹൈലൈറ്റ് ആണ് ഈ തൊപ്പി. എന്താ ചിരിക്കണേ? സോ ഐ എം ടേക്കിംഗ് ദിസ്. വാട്ട് ഡു യു തിങ്ക്? ഇത് ഗുവ ഡ്രൈ ചെയ്ത് ഞാൻ കഴിച്ചിട്ടേ ഇല്ല. ചോക്ലേറ്റ് കോട്ടഡ് മാംഗോ വിത്ത് ആൽമണ്ട്. പൊളിക്കും. ഇവിടെ സോൾട്ടഡ് ഉപ്പും മുളകും, നമ്മൾ ഉപ്പും മുളകും കഴിക്കുന്നത് മിക്സ് ചെയ്ത് തരും. അതെ, നമ്മൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനും കള്ളു കുപ്പികൾ വിൽക്കുക, അത് ഇന്ത്യയിൽ ഇല്ല. ഇതൊക്കെ നമുക്ക് അറിയുന്നതാണോ എല്ലാം? ഫ്രൂട്ട്സ് ഡ്രൈ ചെയ്യുന്നു, ഫിഷ് മീറ്റ് ഡ്രൈ ചെയ്യുന്നു, ഫിഷ് ഡ്രൈ ചെയ്യുന്നു, ഇവരെല്ലാം ഡ്രൈഡിന്റെ ആൾക്കാരാണെന്നോ. ഇത് കൊറിയൻ സിനിമകളൊക്കെ, കൊറിയൻ സീരീസ് ഒക്കെ ഫോളോ ചെയ്യുന്ന എല്ലാവർക്കും അറിയാം. ചോക്ലേറ്റ് ഫ്ലേവർ ആണ്, ട്രൈ നോക്കാം. എല്ലാവരും ട്രൈ ആണല്ലോ. അതെ, ഫ്ലോപ്പ് ആവില്ല, എനിക്കറിയാം. വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. സോ ഇന്നും ഞങ്ങളൊരു സൂപ്പർ മാർക്കറ്റ് വ്ളോഗുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഞങ്ങൾ ഫുക്കോക്കിലാണ്. അപ്പോൾ ഞങ്ങളിപ്പോൾ മിക്ക സ്ഥലത്ത് പോകുമ്പോഴും അവിടുത്തെ സൂപ്പർ മാർക്കറ്റ്സ് എന്താണ്, എങ്ങനെയാണെന്ന് എക്സ്പ്ലോർ ചെയ്യാൻ ഞങ്ങൾക്കൊരു ആഗ്രഹം വരാറുണ്ട്. ഞങ്ങൾ വിചാരിച്ചു അത് നിങ്ങളോട് ഷെയർ ചെയ്യാമെന്ന്. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ US പോയപ്പോഴും ബാലി പോയപ്പോഴൊക്കെ സ്പെഷ്യലി ഞങ്ങൾ സൂപ്പർ മാർക്കറ്റിലാണ് കൂടുതൽ വ്ളോഗ് ചെയ്തിട്ടുള്ളത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ സ്ഥലത്തെയും മെയിൻലി അവിടുത്തെ ഫുഡ് കൾച്ചർ ഭയങ്കര ഡിഫറെൻ്റ് ആയിരിക്കുമല്ലോ. സോ അവർ ഉപയോഗിക്കുന്ന സാധനങ്ങൾ അതും ഡിഫറൻസ് ആയിരിക്കും. പിന്നെ മൊത്തത്തിൽ നമുക്ക് നമ്മുടെ നാട്ടിൽ കാണാത്ത എന്തെങ്കിലുമൊക്കെ പുതിയ ഐറ്റംസ് ഡെഫിനറ്റ്ലി ആ നാട്ടിൽ, പ്രത്യേകിച്ച് സൂപ്പർ മാർക്കറ്റ് എല്ലാം കിട്ടുന്ന ഈ കിങ് കോങ് എന്ന് പറയുന്നത് ഫുക്കോക്കിലെ ലാർജസ്റ്റ് സൂപ്പർ മാർക്കറ്റാണ്. ഫുക്കോക്കിലല്ലല്ലോ, വിയറ്റ്നാം. അതെ, ഹോൾ വിയറ്റ്നാമിലെ അവർ പറഞ്ഞത് ദ ലാർജസ്റ്റ് സൂപ്പർ മാർക്കറ്റ് ആണ് കിങ് കോങ് മാർട്ട് എന്ന്. അപ്പോൾ നമുക്ക് നോക്കാം കിങ് കോങ്ങിന്റെ അകത്തുള്ള കാഴ്ചകൾ എന്തൊക്കെയാണെന്ന്. കിഡ്സ് ഒക്കെ ഇട്ടിട്ട് ഡെക്കോറേറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ടല്ലേ, ലൈറ്റ് ഒക്കെ ഇട്ടിട്ട് ഫുള്ളി വിയറ്റ്നാമിന്റെ ഇത് കണ്ടോ. കിങ് കോങ് മാർട്ട്, അവരുടെ തന്നെ കോഫി ഷോപ്പാണ് കിങ് കോങ് കോഫി. നമ്മുടെ നാട്ടിലത്തെ ലുലു പോലെയൊക്കെ ഒരു വലിയ ബ്രാഞ്ചാണ്. എല്ലാ സ്ഥലത്തും നമ്മൾ പോകുമ്പോഴും കിങ് കോങ് മാർട്ട് കാണാൻ പറ്റും. അപ്പോൾ ഇന്ന് നമ്മൾ ഇവിടുന്ന് എന്തൊക്കെ വാങ്ങിക്കാൻ പോകുന്നു എന്ന് ഒരു ഐഡിയയും ഇല്ല. പക്ഷേ ഡെഫിനറ്റ്ലി ബാലിയിൽ ഞാൻ പറഞ്ഞ പോലെ കോഫി ഇവിടെയും ഫേമസ് ആണ്. അതുകൊണ്ട് ഞങ്ങൾ കോഫി പൗഡർ വാങ്ങിച്ചിട്ട് അമ്മമാർക്ക് കൊടുക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ആകെയുള്ള ദൗത്യം. നോക്കാം. അപ്പോൾ ഞാൻ എന്താ ട്രോളി എടുത്തിരിക്കുകയാണ്. സാധനങ്ങൾ നിറയ്ക്കാനല്ല അല്ലേ? അപ്പൊ സാധനങ്ങൾ നിറയ്ക്കാനല്ല, സാധനങ്ങൾ നിറയ്ക്കണ്ടേ? പറയൂ. ആദ്യം തന്നെ നമ്മള് എങ്ങോട്ടാണ് പോണ്ട മകാനെ? തൊപ്പികൾ, വിയറ്റ്നാം തൊപ്പികൾ കാണിക്കാം. നമ്മള് ഇതൊന്നും നമുക്ക് ഉപയോഗപ്രദമല്ല സത്യത്തില്, പക്ഷെ കാണാൻ നല്ല ഭംഗിയുണ്ട്. കണ്ടോ, വിയറ്റ്നാമീസിന്റെ ഒരു ഹൈലൈറ്റ് ആണ് ഈ തൊപ്പി. എങ്ങനെയുണ്ട്? കാരണം ഇത് ഇവിടെ നമ്മൾ കാണുന്ന എല്ലാ ആൾക്കാരും ടൂറിസ്റ്റുകളൊക്കെ ആണെങ്കിലും അവർ വെയിലത്തേക്കിടൊക്കെ നടക്കുമ്പം ഈ സാധനങ്ങളൊക്കെ വെച്ചിട്ട് നടക്കും. അപ്പം ഇത് ഇവിടുത്തെ ആളുകളുടെ ഒരു, ഇപ്പം നമ്മളെ നാട്ടിലെ ഈ മീൻ വിൽക്കുന്ന ആൾക്കാരൊക്കെ അല്ലേ ഇതേപോലത്തെ തൊപ്പി വെക്കാറില്ലേ നമ്മുടെ നാട്ടില്? വേറെ ഷേപ്പാണ്, അതേപോലെ വിയറ്റ്നാമീസിന്റെ ആണ് ഇത്. അതിങ്ങനെ കുറെ വെച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന് നോക്ക്. അങ്ങനെ പിന്നെ നോർമൽ കുറെ ക്യാപ്സും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. ഈ ഒരു സെക്ഷൻ ഫുള്ള് അങ്ങനത്തെയാണ്. പിന്നെ ബാഗ്സ്, നമ്മുടെ ഗേൾസിന് ഇഷ്ടപ്പെട്ട കാര്യങ്ങളാണ് ഇവിടെ. ഇതൊക്കെയാണ് ഇവിടുത്തെ ബാഗ്സ്. ബാഗുകൾ, ക്യൂട്ട് ബാഗുകൾ, എവറിത്തിങ് ഈസ്. എന്താ ചിരിക്കണേ? ഇത് കൊള്ളാം അല്ലേ? ഈ ബാഗ് കൊള്ളാം, ക്യൂട്ടായിട്ടുണ്ട് കാണാൻ. വിലയൊക്കെ എങ്ങനെയാ ഇവിടുത്തെ? എല്ലാം ലക്ഷങ്ങളുടെ കണക്കായിരിക്കും. 238 എന്ന് പറഞ്ഞ നമ്മളെ 700 അല്ലേ? ഓ, അപ്പൊ കുഴപ്പമില്ല, നല്ലതാ. ഓ, തിരക്കാണല്ലോ, ഇടിക്കുമല്ലോ നമ്മള്. അപ്പൊ നമുക്ക് വേറെ എവിടെ പോവാം? മാലകൾ.
മാലകൾ. ഓക്കെ, ഇതൊക്കെ ശരിക്കും ഇതൊക്കെ ഇവിടത്തെ തന്നെ സ്റ്റൈലുള്ള ഷെൽസ്, നമ്മുടെ കടലിന്റെ റെപ്രസെന്റ് ചെയ്തുകൊണ്ടുള്ള കുറെ മാലകൾ, ചെറിയ ചെറിയ കണ്ടോ, ഇതൊക്കെ നല്ലതാണ്. ചെറിയ ബീഡ്സ് വെച്ചിട്ട് നല്ലൊരു പെൻഡൻ. സ്റ്റാർ ഫിഷ്, ഇവിടത്തെയാണ് സ്റ്റാർ ഫിഷ്, അത് വെച്ചിട്ടുള്ളത്. ഇതും കൊള്ളാം. ഇതിന് എത്രയാ? 66, 150. So I am taking this. What do you think? തുറക്കൂ. ഓ, ഇവിടെ വെച്ചത് വെറുതെ ഒന്നും നോക്കിയില്ല, ഞാനത് എടുത്തിരിക്കുകയാണ്. വെറുതെ ഒരു രസം, ഇടയ്ക്ക് ഇടാം അല്ലേ? ഇങ്ങനത്തെ ഡ്രസ്സിൻ്റെ ഒക്കെ കൂടെ പറ്റും. ഇതും ബാഗുകളാ. ഇനി ബാഗുകൾ വേണ്ട. വേറെ എന്താ, നമുക്ക് നേരെ പോയി നോക്കണോ? എന്നാ ഇവിടെ പോ. യെസ്, അതെ. കാരണം നമ്മൾ കൂടുതലും ഇവിടത്തെ ഇപ്പൊ തലയെ കുത്തി പോയേനെ. ഇവിടത്തെ കൂടുതൽ നമ്മൾ കഴിക്കുമ്പോൾ ഫുഡിന്റെ ടേസ്റ്റ് ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു. വിയറ്റ്നാമീസിന്റെ കുഞ്ചുന്റെ ആ ഡിഷിന്റെ പേരെന്താ? പോ എന്ന് പറഞ്ഞൊരു ഡിഷ് കുഞ്ചു ട്രൈ ചെയ്തു. അതിന്റെ ഫ്ലേവർ നമുക്ക് ഇഷ്ടപ്പെട്ടു. സോ അത് മസാലകളൊക്കെ എന്തൊക്കെയായിരിക്കും ഇവിടെ നോക്കി അറിയാം. കൂടുതലും പെപ്പർ തന്നെയാണല്ലേ? വാവ്, ദ കോഫി. ഇതൊക്കെ ഇവിടുത്തെ കോഫി ബ്രാൻഡുകളാണ്. ഇത് ഇൻസ്റ്റന്റ് കോഫി വിത്ത് മൈൽഡ് കോഫി ബീൻസ് ആണ്. വേണമെങ്കിൽ ഇതൊരു പ്രത്യേക ഫ്ലേവർ ആണെന്ന് ഒരു ചേട്ടൻ പറഞ്ഞത്. കോക്കനട്ട് കോഫി. ചുമ്മാ ട്രൈ ചെയ്ത് നോക്കാം അല്ലേ? എത്രയാ വില? ഇനി ഇവിടുത്തെ ബ്രാൻഡ് ഏതാന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്യണം കുഞ്ചു. സോ കോഫി ആൻഡ് ഒരു മാല മേടിച്ചു. ഓക്കെ, ഇനി നമുക്ക് ഈ സെക്ഷനിൽ നിന്ന് ഇനി ഏത് സെക്ഷനിലേക്കാ? ഇങ്ങോട്ടേക്ക് പോയി നോക്കിയാലോ. സോ ഇതെല്ലാം കോഫി ആട്ടോ. ഇവിടെ എല്ലാം കോഫിയുടെയും കൊക്കോ പൗഡറും ചോക്ലേറ്റിൻ്റെ ഇതുമൊക്കെയുള്ള ഒരു ഇതാണ്. അതിൻ്റെ ഒരു വൈഡായിട്ടുള്ള ബ്രാൻഡ്സും ഒക്കെ ഉണ്ട്. സോ നമുക്ക് എല്ലാം നോക്കി നോക്കി മേടിക്കാനുള്ള സമയവും ഇല്ല, പിന്നെ നമുക്ക് അത്രയും ആവശ്യവും ഇല്ലല്ലോ. അപ്പം വിയറ്റ്നാമിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങളും കോഫി ലവേഴ്സ് ആണെങ്കിൽ ഈ ഒരു സാധനങ്ങളൊക്കെ ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ ഇത് പീനട്ട്. ഇത് ഇന്നലെ ഞങ്ങൾ നൈറ്റ് മാർക്കറ്റ് ഫുഡ് സ്ട്രീറ്റിൽ പോയപ്പോൾ അവിടെ എല്ലായിടത്തും ഈ പീനട്ട് പല പല ഫ്ലേവറിൽ ഇങ്ങനെ ചെയ്തു വെച്ചിട്ടുണ്ട്. ചീസ് ഉണ്ട്, പെരി പെരി ഉണ്ട്, പിന്നെ കോക്കനട്ട് ഉണ്ട്, വാനില ഉണ്ട്. അങ്ങനെ ഈ പീനട്ടിൽ പല ഫ്ലേവറും ചെയ്തിട്ടുള്ള കോട്ടിങ് ചെയ്തിട്ടുള്ള സാധനം. നല്ല ടേസ്റ്റ് ഉണ്ട്. നമ്മൾ നോർമൽ പീനട്ട് ഇങ്ങനെ നമ്മൾ കപ്പലണ്ടി കഴിക്കുമല്ലോ, പക്ഷെ ഇവിടുത്തെ എല്ലാ ഫ്ലേവേഴ്സും മിക്സ് ചെയ്തുകൊണ്ട് ഓരോന്നിനും വെറൈറ്റി വെറൈറ്റി ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഇവിടെ കണ്ടോ, ഈ ഒരു സെക്ഷൻ മൊത്തം പീനട്ടിന്റെ കോട്ടിംഗ് ആണ്. അതിങ്ങനെ പല 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 ഫ്ലേവേഴ്സ് ഉണ്ട്. ഓ, അതും കോട്ടിങ്ങാ. ഇത് ഞാൻ കഴിച്ചിട്ടില്ല. കുഞ്ചു കഴിച്ചിട്ടുണ്ടോ? അയ്യോ, ഞാൻ കഴിച്ചിട്ടില്ല. നല്ലായിരിക്കും അല്ലേ? ഏതെടുക്കണ്ടെന്ന് പറഞ്ഞോ? കോട്ടിംഗ് ഒന്നും ഇല്ല അല്ലേ? പക്ഷെ പല പല ബ്രാൻഡാണ്. ആ, ഓക്കെ, എന്നാ ഒരെണ്ണം എടുക്കാം. കുഞ്ചുന്റെ ഇഷ്ടമുള്ള എല്ലാ സാധനങ്ങളും എടുത്തോളൂ. ഫുൾ ചെലവ് എൻ്റെ വക. ഇതെന്താ? മറ്റേ വാൾനട്ടിന്റെ. ഓ, വാൾനട്ടിൻ്റെതാ. ഇത് നോക്ക്. ഞാൻ ഇങ്ങനത്തെ വാൾനട്ട് കഴിച്ചിട്ടുള്ളൂ. ഇത് ആ ഫുൾ ഷെല്ലോട് കൂടിയുള്ള വാൾനട്ട്. സോ ഇവിടെ പീനട്ട്സ്, കാഷ്യൂ, ബദാം, അങ്ങനെ ആൽമണ്ട്സ്, പിന്നെന്താ ഹണി റോസ്റ്റ്. അപ്പൊ അത് നല്ലായിരിക്കുമല്ലോ. ആണോ? ശരി. ഹണി റോസ്റ്റ് മക്കഡമിയ. അപ്പൊ അത്രയും ഷുഗർ ഉള്ളത് വേണ്ട. മെയ്ഡ് ഇൻ വിയറ്റ്നാം. വേറെ ഡ്രൈ റോസ്റ്റ്. ഇവിടെ നമ്മൾ ഷുഗർ കഴിച്ചു, പക്ഷേ കൂടുതലും നമ്മൾ കോഫിയാണ് കുടിച്ചേ. അതിലും ഷുഗർ ഉണ്ട്. ഇതൊരു സ്നാക്സിന്റെ ഏരിയയിലാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. ഫ്രൂട്ട് സ്നാക്സ്. അതെ, കണ്ടോ, ഡ്രൈ മാംഗോ സ്നാക്ക്, ഡ്രൈ ഇതെന്തായിരുന്നു? പൈനാപ്പിൾ. ഡ്രൈ പൈനാപ്പിൾ. അയ്യോ, പൈനാപ്പിൾ ഡ്രൈ ചെയ്ത് വെച്ചിരിക്കുന്നു. പിന്നെ ഇതേ ഗുവ പേരക്കൊക്കെ ഡ്രൈ ചെയ്ത് ഞാൻ കഴിച്ചിട്ടേ ഇല്ല. ഇതൊക്കെ പേരക്ക ഡ്രൈ ചെയ്ത് വെച്ചിരിക്കുന്നു. ടേസ്റ്റ്
കസ്റ്റേർഡ് ആപ്പിളൊക്കെ ഡ്രൈ ചെയ്ത് അപ്പൊ എന്തായിരിക്കും മധുരം ഉണ്ടാവുമായിരിക്കും അല്ലേ? അതേ ഒറിജിനൽ അതിന്റെ മധുരം തന്നെയായിരിക്കും. ഡ്യൂറിയൻ അതെവിടെയാ? ഡ്യൂറിയൻ അപ്പുറത്താണ്. അത് ജാക്ക് ഫ്രൂട്ടിന്റെ ആണോ അത്? എന്താണ്? സോർ സോപ്പ്, സ്പൈസി സോർ സോപ്പ്. അപ്പൊ ഇത് മധുരല്ല, ഇത് ഇച്ചിരി എരിവായിരിക്കും. സ്പൈസി സോർ സോപ്പ്. അങ്ങനെ സ്നാക്സിന്റെ ഒരു സെക്ഷനാണ്. നമ്മൾ കാണാത്ത കേൾക്കാത്തതായിട്ടുള്ള കുറേ കാര്യങ്ങൾ ഇവിടെ ഇങ്ങനെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതിൽ നമുക്ക് ധൈര്യമായിട്ട് ചൂസ് ചെയ്യാൻ പറ്റുന്ന ഏതാണെന്ന് ചോദിച്ചാൽ ഐ തിങ്ക് ഇറ്റ്സ് മാംഗോ ഓർ പൈനാപ്പിൾ. മാംഗോ വേണോ പൈനാപ്പിൾ വേണോ? പൈനാപ്പിൾ എടുക്കാം. ഒന്നും വേണ്ട, എനിക്ക് കോഫി കിട്ടി, ബാക്കി വേറൊന്നുമില്ല. ഇതൊക്കെ നോക്ക് ഗുവാ. അയ്യോ ഷുഗർ ഇല്ലാത്തതാണല്ലോ എല്ലാം മേടിച്ചത്. ഇത് കൊള്ളാം, ഇത് മേടിക്കാം. അത് ചോക്ലേറ്റ് അല്ലേ? ആ അതന്നെ, ഇതും അങ്ങനത്തെ. അതെ, ഇത് പറഞ്ഞ നോക്കാം. ഇതെവിടെ വയ്ക്ക്. നമ്മൾ അടുത്തത് ഇതൊരു ഡാർക്ക് ചോക്ലേറ്റ് കോട്ടഡ് മാംഗോ വിത്ത് ആൽമണ്ട്. പൊളിക്കും ഇത്, നമ്മൾ പൊളിക്കും ഇത്. ഞങ്ങള് വീട്ടിൽ പോയിട്ട് കഴിക്കും എന്തായാലും. ഇതെനിക്കൊരു പ്രതീക്ഷയുണ്ട്. ആൻഡ് 100% നാച്ചുറൽ എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. ഡാർക്ക് ചോക്ലേറ്റ് അപ്പോൾ കുഴപ്പമില്ല. സോ ഇതും ഇവിടുത്തെ ഒരു വെറൈറ്റി ഡിഷാണ്, ഒരു സ്നാക്കാണ്, ഒരു ചോക്ലേറ്റ് ആണ്. ഇത് നമ്മുടെ ചക്ക വറുത്തത്. ചക്ക അല്ല, പഴം വറുത്തത്. അതെ, ഇത് ബനാന ചിപ്സ് ഇവിടത്തെയാണ്. പക്ഷേ ബനാന ചിപ്സ് നമ്മുടെ നാട് തന്നെയായിരിക്കും ബെസ്റ്റ് എന്ന് എനിക്ക് തോന്നുന്നു. ഇത് സ്വീറ്റ് പൊട്ടറ്റോ, ഇത് മിക്സ്ഡാ, എല്ലാം ഉണ്ട്. പൈനാപ്പിൾ, ജാക്ക് ഫ്രൂട്ട്, ബനാന, ടാറോ. ടാറോ, കപ്പ. പക്ഷെ ഇത് കണ്ടോ, ഇത് സ്വീറ്റ് പൊട്ടറ്റോ ചിപ്സ് ഒക്കെ ഇവിടെ കോമൺ ആണ് കേട്ടോ. ഈവൻ ഞങ്ങള് ബാലി പോയപ്പോഴാണെങ്കിലും ഇന്തോനേഷ്യയിൽ എനിക്ക് തോന്നുന്നു സ്വീറ്റ് പൊട്ടറ്റോ ഇത് ഭയങ്കര കോമൺ ആണ്. അവരുടെ ഒരു മെയിൻ സ്നാക്കാണ്. ഫ്രഞ്ച് ഫ്രൈസിന് പകരം നമ്മുടെ ഫുഡ് ഓർഡർ ചെയ്യുമ്പോൾ അവർ സ്വീറ്റ് പൊട്ടറ്റോ ഇതാണ് തരുന്നത്, ഫ്രൈസ് ആണ് തരുന്നത്. ഇതെന്താ പുളിയാ അല്ല, എന്തോ ഡ്രൈ ചെയ്ത് വെച്ച്. സീഡ്ലെസ് ആപ്രിക്കോട്ട്. ഓ അത് ലെമൺ. ഓ അപ്പം അതൊക്കെ ഡ്രൈ ചെയ്ത് വെച്ചിരിക്കുക കേട്ടോ. കണ്ടോ ലെമൺ. നമ്മുടെ നാരങ്ങ ഡ്രൈ ചെയ്ത അച്ചാർ പോലത്തെ അതും. ഇത് ആപ്രിക്കോട്ടിൻ്റെ. ഇതെനിക്ക് തോന്നുന്നു കുറച്ച് സ്പൈസി ആയിരിക്കും. പിന്നെ ജാക്ക് ഫ്രൂട്ട് ചിപ്സ്. നമ്മുടെ ചക്ക വറുത്തതിൻ്റെ ഷേപ്പ് അല്ല, ഇവിടെ ആ ഫുൾ ചക്കയുടെ ആ ഷേപ്പിലാണ് ഇവർ വറുത്തിരിക്കണേ. പക്ഷെ കാണാൻ നല്ല രസമുണ്ട്. ജാക്ക് ഫ്രൂട്ട്. ഇതെല്ലാം ഹോൾ സ്പൈസസ് ആണ് കേട്ടോ. നമ്മുടെ വൈറ്റ് പെപ്പർ, ബ്ലാക്ക് പെപ്പർ, ഇതൊക്കെ അവർ നോക്ക് പാക്കറ്റിലല്ല, നല്ല കുപ്പിയിലായിട്ടാണ് വെച്ചിരിക്കണത് ഇങ്ങനെ. ശരിയാ. അല്ല ആണോ? ഓ അതായത് നമ്മളിപ്പോ മേടിക്കുകയാണെങ്കിൽ നമുക്ക് ഇങ്ങനെ തന്നെ ഗ്രൈൻഡ് ചെയ്യാം. അത് കൊള്ളാം. അങ്ങനെ ഒരു യൂസ്ഫുൾ സാധനമാണ് കേട്ടോ ഇത്. വീടുകളിലേക്കും ഹോട്ടൽസിലേക്കും ഒക്കെ പറ്റും. പക്ഷെ ഇതും അതെ, ഇതൊക്കെ അങ്ങനത്തെ. പെപ്പർ കണ്ടോ? കാരണം ഇവിടെ വൈറ്റ് പെപ്പറും ബ്ലാക്ക് പെപ്പറും ആണ് കൂടുതൽ യൂസ് ചെയ്യുന്നത്. ഇവരുടെ വിയറ്റ്നാമീസ് സൂപ്പുകളിലൊക്കെ വൈറ്റ് പെപ്പറും ബ്ലാക്ക് പെപ്പറും ആണ്. സോ സ്പൈസസ് അങ്ങനെയാണ് കൂടുതലും അവിടെ ഇരിക്കുന്നത്. പെപ്പറുകളാണ്. ഇവിടെ എന്താണ് ഇത്? ഏത് സെക്ഷനാ? ചോക്ലേറ്റ്സ് നമുക്ക് നോക്കാം. നമ്മുടെ നാട്ടിലില്ലാത്ത എന്തെങ്കിലും ചോക്ലേറ്റ്സ് ഉറപ്പായിട്ടും കാണും അല്ലേ? കിറ്റ്കാറ്റ്, മൈലോ നമുക്ക് നാട്ടില് ചോക്ലേറ്റ് ഇല്ലല്ലോ. അതാ പറഞ്ഞ നമുക്ക് നാട്ടില് മൈലോ പൗഡർ ഇട്ട് കുടിക്കാം. പക്ഷെ ഇത് കണ്ടോ, മൈലോ നഗറ്റ്സ്. ഇത് കൊള്ളായിരിക്കും. അപ്പൊ ഇതെന്താ? കിറ്റ്കാറ്റും മൈലോയും കൂടി ഒരുമിച്ച് വന്നതാണോ? അതെന്താ സംഭവം? എനിക്ക് തോന്നുന്നു മൈലോയുടെ ഫ്ലേവറിൽ കിറ്റ്കാറ്റ്. രണ്ടെണ്ണം മതിയോ? 3 എണ്ണം എടുത്തല്ലോ. ഓരോരുത്തർക്കും ഓരോന്ന് കഴിക്കാം. നമുക്ക് ഫ്ലൈറ്റിലിരുന്ന് ഒരെണ്ണം തീർക്കാം, 2 എണ്ണം വീട്ടിൽ കൊണ്ടുപോകാം. സോ ഇത് നമുക്ക് നാട്ടില്, ഇന്ത്യയിൽ വേറെ എവിടെയെങ്കിലും ഉണ്ടോന്ന് എനിക്കറിയില്ല. അതെ, കേരളത്തില് ഞാൻ കണ്ടിട്ടില്ല മൈലോ നഗറ്റ്സ്. കണ്ടിട്ടില്ല. അത് കുടിക്കാൻ.
സോ ചോക്ലേറ്റിൻ്റെ സെക്ഷൻ എനിക്ക് തോന്നുന്നു ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. കാരണം നമ്മൾ യൂഷ്വലി കാണാത്ത പേരുകളും അങ്ങനത്തെ കുറേ ചോക്ലേറ്റ്സ് ഉണ്ട്. അതായത് ഇവിടത്തേക്ക് വിയറ്റ്നാമീസ് ചോക്ലേറ്റ്സ് ആണ്. ഇതും വിയറ്റ്നാമീസ് കോക്കനട്ട് വൈൻ ചോക്ലേറ്റ്. ഓ കണ്ടാ, ഇത് അടിപൊളിയായിരിക്കും. ആൻഡ് ദേ വിയറ്റ്നാമീസ് മാംഗോ ചോക്ലേറ്റ്. ഇതെല്ലാം ഇവിടുത്തെ ആളുകളുടെ ഇഷ്ടപ്പെട്ട ചോക്ലേറ്റ്സ് ആണ്. ആൻഡ് ഇവിടെ കോക്കനട്ടിൻ്റെ ഭയങ്കര കോക്കനട്ട് മിൽക്ക് കോഫി, അതുപോലെ കോക്കനട്ട് എന്തായിരുന്നു നമ്മൾ ട്രൈ ചെയ്തത്, ബബിൾ ടീ. കോക്കനട്ട് ഉപയോഗിച്ചിട്ട് ഇവർ കുറേ സാധനങ്ങൾ ചെയ്യുന്നുണ്ട്. ഇതൊക്കെ വിയറ്റ്നാമീസ് ചോക്ലേറ്റ്സ് ആണ്. സോ നമുക്ക് ചോക്ലേറ്റുകൾ നമ്മൾ കുറേ എടുക്കും. എല്ലാം നമുക്ക് കാണിക്കാൻ പറ്റില്ലെങ്കിൽ പോലും ഞങ്ങൾ ചിലതൊക്കെ നിങ്ങളെ കാണിക്കുന്നതായിരിക്കും. ഇത് ക്യാൻഡീസ് ആണ്. പക്ഷെ നമ്മൾ പണ്ട് ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ കോഫി ബൈറ്റ് അല്ലേ, നമ്മുടെ നാട്ടിലുണ്ടായിരുന്ന കോഫി ബൈറ്റ് പോലെ ഇവിടുത്തെ കോഫി ക്യാൻഡീസ് ആണെന്ന് തോന്നുന്നു. പിന്നെ കോപ്പിയൊക്കെ ഉണ്ട്. ഇത് ട്രൈ ചെയ്ത് നോക്കാം. അതും എനിക്ക് തോന്നുന്നു നമ്മൾ അധികം കിട്ടാത്തൊരു സാധനമാണ്. ദേ തിറാമിസുവിന്റെ എന്തോ ഒരു സാധനം, അതെന്താ അത്? ആണോ? മക്കഡാമിയാണ്. ഓക്കെ, ഇത് മക്കഡാമിയുടെ ഫ്ലേവേഴ്സ് ആണല്ലേ. ഓക്കെ, അപ്പൊ അത് വേണ്ട. അത് നമ്മൾ മേടിച്ചു. ഇതാ ഇവിടെയാണ്. ഇവിടെ എന്താ? ബിസ്ക്കറ്റ്സ്. ഇതും ബിസ്ക്കറ്റ്സാ. ബിസ്ക്കറ്റ്സ് നമുക്ക് നോക്കാം, എന്തോ പ്രത്യേകതകളുണ്ട്, നോക്കാം. സോ ഇത് കുക്കീസ് ആൻഡ് ബിസ്ക്കറ്റിന്റെ സെക്ഷൻ ആണ്. ഇത് ക്രാക്കേഴ്സ് ആണ്, കോക്കനട്ട് ക്രാക്കേഴ്സ്. അപ്പൊ ഈ സെക്ഷൻ മൊത്തം എന്താ പറയാ, ബിസ്ക്കറ്റുകളാണ് കേട്ടോ. ഇത് നമ്മുടെ കുക്കീസ് കണ്ടാ, അതെന്താ? കോക്കനട്ട് ക്യാൻഡി. ഇത് നമ്മുടെ കോക്കനട്ട് ബിസ്ക്കറ്റ്. ഡൂറിയൻ ക്യാൻഡി ഉണ്ട്, കോക്കനട്ട് ബിസ്ക്കറ്റ് ഉണ്ട്. ഇതൊക്കെ കണ്ടോ, എല്ലാം ഇങ്ങനെ കോക്കനട്ട് കോട്ടിംഗ് ഉള്ള ബിസ്ക്കറ്റുകളാണ് ഇവിടെ എല്ലാം. പിന്നെ ഇതും അതെ, ഇതും ഉള്ളിൽ ചോക്ലേറ്റ് വെച്ചിട്ട് കോക്കനട്ടിൻ്റെ അങ്ങനത്തെ സാധനങ്ങളാണ് ഇതൊക്കെ. ഇത് കണ്ടോ, നമ്മുടെ എള്ളിൻ്റെ വൈറ്റ് സെസമേ സീഡ് വെച്ചിട്ടുള്ള സെസമേ സീഡ് വെച്ചിട്ടുള്ള ക്യാൻഡി. നമുക്ക് എള്ളുണ്ട നമുക്കുണ്ട്. ഇത് അതിൻ്റെ വേറെ ഷേപ്പുള്ള ഇതാണ്. ഇത് നോക്കൂ കുഞ്ചു, നമ്മുടെ കപ്പലണ്ടി, നമ്മൾ കപ്പലണ്ടി മിഠായി അതാണിത്. അതന്നെ ഇത്. അതിൻ്റെ കളർ കുറച്ച് വ്യത്യാസമുണ്ട്. ഓ, കപ്പലണ്ടി മിഠായിയൊക്കെ ഇവിടെയുണ്ട്. ദേ ആ കപ്പലണ്ടി മിഠായിയുടെ ഷേപ്പ് നോക്ക്. പിന്നെ ഇത് റൈസ് ക്രാക്കേഴ്സ് ആണെന്ന് തോന്നുന്നു അല്ലേ? ആണോ? അല്ല, ഇത് എന്തായിരുന്നു? ഇതും പീനട്ട്. ഇതാ ഇത് നോക്കൂ, ഇത് വിയറ്റ്നാമി ക്രാക്കേഴ്സ്. ഇതാ എനിക്ക് തോന്നുന്നു നമ്മൾ ഈ ജിഞ്ചർ ഗാർലിക്കിൻ്റെ ഒക്കെ ക്രാക്കേഴ്സാണ് ഇതൊക്കെ. സൂപ്പിന്റെ ഒക്കെ കൂടെ കഴിക്കാൻ പറ്റുന്ന അതിന്റെ കുറെ സെഷൻ. അതെ അതെ അതെ, കാരണം ഇത് കുറച്ച് സ്പൈസിയും കൂടിയാണല്ലോ. അപ്പം ഇവിടേക്ക് എന്താ പറയാ, ചീസൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ കഴിക്കാൻ പറ്റും. ഫ്ലേവേർഡ് അത് കുറേ ഉണ്ട്. അത് മെയിൻലി ഈ ഒറ്റൊരു ബ്രാൻഡാണ്, ആൻ എന്ന് പറഞ്ഞൊരു ബ്രാൻഡ്. ഇതെന്താ? കോക്കനട്ട് ക്യാൻഡി, ജെല്ലി പോലെ. ജെല്ലി. നമ്മൾ കുടിക്കുന്ന സമയത്ത് ഒരു സാധനം കിട്ടില്ല, നമ്മള് ബബിൾ ടീ കുടിക്കുന്ന സമയത്ത് അതിതാണ് ഈ കോക്കനട്ട് ക്യാൻഡിയുടെ കൊടുക്കുന്നത്. ഹോട്ടൽസിലേക്ക് ഇവിടെ കിട്ടും അത്. ദേ കണ്ട, നമ്മൾ പറഞ്ഞ പോലെ ചീസ് സോൾട്ടഡ് ചില്ലി ജെല്ലി. ഇവിടെ സോൾട്ടഡ് ഉപ്പും മുളകും, നമ്മൾ ഉപ്പും മുളകും കഴിക്കുന്ന മിക്സ് ചെയ്ത് തരും. അതെ, നമ്മൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനും ഫ്രൂട്ട്സിനോട് മിക്സ് ചെയ്ത് തരും. സൈഡായിട്ട് തരും, നമ്മൾ മിക്സ് ചെയ്ത് കഴിക്കാൻ പറ്റും. അതല്ലായിരുന്നു, അതൊക്കെ നമുക്ക് ഇഷ്ടമുള്ള സാധനങ്ങളാണ്. അപ്പൊ നല്ലതായിരിക്കും. ഇതെല്ലാം ഇത് കണ്ടോ, ഇത് എല്ലാം കുട്ടി കുട്ടി ക്യാൻഡീസ് ആണ്. ക്യാൻഡീസിൽ തന്നെ കൂടുതലും കോക്കനട്ട് ഫ്ലേവറാ. ഇത് നോക്കൂ, ഇത് ഞാൻ പറഞ്ഞ ബിസ്ക്കറ്റിന്റെ വേറെ ബ്രാൻഡ്, വൺ ബ്രാൻഡ് കണ്ടോ, ഗാർലിക് ബ്രെഡിന്റെ പോലെ ഇതായിട്ടുള്ളത്. ഇത് നോക്കൂ, ഇത് സ്വീറ്റ് പൊട്ടറ്റോന്റെ, സ്വീറ്റ് പൊട്ടറ്റോ ക്രാക്കേഴ്സ്. ഇവിടുത്തെ സ്വീറ്റ് പൊട്ടറ്റോന്റെ കളർ എന്താ ഈ കളർ ഇത്ര ഡാർക്ക്? ഇതൊക്കെ പിന്നെ സ്റ്റേഷനറി ഐറ്റം. അതാണ്, നമുക്ക് ഇവിടെ താമസിക്കുന്നവർക്ക് മതിയല്ലോ, നമുക്ക് വേണ്ടല്ലോ. അതുകൊണ്ട് ഒറ്റ തിരക്കുമില്ല. എല്ലാ തിരക്കും കോഫിയുടെ അവിടെയാണ് കേട്ടോ. എല്ലാവരും എത്രയാ കോഫി മേടിക്കണേന്ന് അറിയൂ. ഇപ്പം ഞങ്ങൾ ഈ ഒരു ട്രോളി ഉണ്ടെങ്കിൽ അവർ ആ ട്രോളിയുടെ ഹാഫും പലതരം ബ്രാൻഡ് കോഫി പൗഡർ മാത്രമാണ് ആൾക്കാർ മേടിച്ചുകൊണ്ട് പോണേ. വേർത്താണ്. പിന്നെ അത് മാത്രമല്ല, ഈ ഫോറിനേഴ്സ് എല്ലാവർക്കും കോഫി ഒരു വീക്ക്നെസ് ആണല്ലോ. അപ്പം അതുകൊണ്ട് അവരെല്ലാവരും കോഫി മേടിക്കും. കൊറിയൻസോ
അവരും കോഫി കുറേ മേടിക്കുന്നുണ്ട്. ഇത് ക്രീമുകൾ, ബോഡി ലോഷനുകൾ, ഷാമ്പുകൾ, മോയ്സ്ചറൈസറുകൾ. നോക്കിയാൽ ഇതൊക്കെ നമ്മളുടെ ഇവിടത്തെ വിയറ്റ്നാമീസ് ബ്രാൻഡ് ക്രീമുകളൊക്കെയാണ് കേട്ടോ. ഇതെന്താ ക്രീം എന്ന് പറഞ്ഞിട്ട് ന്യൂഡിൽസിലേക്ക് പോയി. വാവ്, ന്യൂഡിൽസ് നോക്കാം. സ്പെഗറ്റി നമ്മൾ ഇന്ന് നമ്മൾ ഉച്ചയ്ക്ക് കഴിച്ചത്. പക്ഷെ നല്ലതാട്ടോ ഇവിടത്തെ. എനിക്ക് ഇവിടുത്തെ മാഗി പോലത്തെ ന്യൂഡിൽസ് കിട്ടും. ഏത് ഫ്ലേവറാന്ന് എങ്ങനെയോ അറിയും. കണ്ടിട്ട് ബീഫാന്ന് തോന്നുന്നു അല്ലേ? ബീഫോ പോർക്കോ എന്തെങ്കിലും ആയിരിക്കും, പക്ഷെ രണ്ടാണെങ്കിലും അടിപൊളിയാണ്. അതുകൊണ്ട് നമ്മൾ ഇത് രണ്ടും എടുക്കുന്നു. യേസ്, ഇത് നോക്കൂ, കോക്കോമി. ഇത് കേട്ടിട്ടുണ്ടല്ലോ, കോക്കോമി. ഇൻഡോമിയാണ് കേട്ടിരിക്കണേ അല്ലേ? ബാലി പോയപ്പോ. ഇതെല്ലാം കണ്ടോ ന്യൂഡിൽസ് ആണ്. നമ്മുടെ നാട്ടിലെ മാഗി പോലെ ഇവർക്ക് ഇവരുടേതായിട്ട് ആ ഫ്ലേവറിലുള്ള മാഗീസ് ആണ് ഇതെല്ലാം. അതിൽ റെഡി ടു ഈറ്റ് എല്ലാം ഉണ്ട്. ഇതൊക്കെ കണ്ടോ, കപ്പ് നൂഡിൽസ് എല്ലാം റെഡി ടു ഈറ്റ് ആണ്. പിന്നെ ഇത് നമ്മൾ മേടിച്ചത് ഇപ്പോൾ നോർമലി മാഗി ഉണ്ടാക്കുന്ന പോലെ ഉണ്ടാക്കണം. ഇത് നോക്കൂ, കാണുമ്പോൾ തന്നെ കൊതിയാവുന്നു. കൊറിയനോ, എന്തൊക്കെ ബ്രാൻഡുകളാണ്. ഇതേ കുഞ്ചുന്റെ പോബോ. ഇത് ഭയങ്കര നല്ല ഡിഷാട്ടോ. പേര് ഞാൻ ഒന്നുകൂടെ പറയാണ്, ഫോ എന്ന് പറയുന്നത് ഈ ബീഫും പിന്നെ അതിൻ്റെ സ്റ്റോക്കും, ബീഫിൻ്റെ സ്റ്റോക്കും കുറച്ച് റൈസ് നൂഡിൽസും വെജിറ്റബിൾസും ഒക്കെ ഇട്ടിട്ടാണ്. ഹെൽത്തിയുമാണ്, നല്ല ടേസ്റ്റുമാണ്, ഒട്ടും ഹെവി ആവില്ല. അതാണ് തോന്നുന്നു ഇത്. അപ്പം നമ്മളിത് വെറുതെ അങ്ങനെ ചെയ്താൽ മതിയാവോ? ഓക്കെ ആയിരിക്കൂല്ലേ? അതെ, ഇതിനകത്ത് അങ്ങനെ കാണുന്നത് അല്ലേ? കുഞ്ചുവിന് വേണ്ടി ഞാൻ എടുക്കുന്നു. ചെറിയ പാക്കറ്റ് എടുത്താൽ മതി അല്ലേ? അങ്ങനെ നമ്മൾ ജാമുകൾ വച്ചിരിക്കുന്ന ഒരു സെക്ഷനിലേക്ക് വന്നിരിക്കുകയാണ്. ഇതും എനിക്ക് തോന്നുന്നു ഇവിടത്തെ ഹോം മെയ്ഡ് ജാംസ് എന്നാണ് എഴുതിയിരിക്കുന്നത്. ചില്ലി ജാം അല്ല, അതാ ചില്ലി ജാം. അപ്പം അത് നമ്മൾ കാണാറില്ലേ, കാന്താരി ഹലുവയൊക്കെ പോലെ ആയിരിക്കും. ഇതാണ്ടോ, സ്ട്രോബെറി, റാസ്ബെറി ഒക്കെ ഉണ്ട് ജാം. ബ്ലൂബെറി ജാം ഉണ്ട്. ഓറഞ്ച് ജാമിന്റെ മിനി വേർഷൻ മേടിച്ചാലോ? എന്ത് പറയുന്നു? മാംഗോ ജിഞ്ചർ ജാം. അത് നമുക്കില്ലല്ലോ നാട്ടില്. മാംഗോ ജിഞ്ചർ ജാം ഉണ്ടോ? ഇതെല്ലാം ജാമുകളാണ്, മിനി വേർഷനാണ്. പൈനാപ്പിൾ ജാം ഉണ്ട്. സോ നമുക്ക് എങ്ങനെ ഉണ്ടെന്ന് അറിയാത്തോണ്ട് വലുത് മേടിക്കണോ കുഞ്ഞത് മേടിക്കണോ? ആലോചിക്കട്ടെ ഞങ്ങള്. എന്തുമാത്രം സ്നാക്സിന്റെ കൗണ്ടറാ! ഇത്രയും ജങ്ക് ആയിട്ടുള്ള സ്നാക്സ് ഒക്കെ ഇവര് കഴിക്കുവോ? എല്ലാരും മെലിഞ്ഞിരിക്കുന്നു. എന്താ പറയാ, പക്ഷെ മൊത്തം കഴിക്കും. ഈ ഒരു സൂപ്പർ മാർക്കറ്റിൽ എന്തോരം കൗണ്ടർ സ്നാക്സിന് വേണ്ടി മാത്രം. അതും പലതരം സ്നാക്സ്. നമ്മുടെ ലേസ്, ഇതൊന്നും സൂഷി ഫ്ലേവർ ലേസ് നമുക്കില്ലാതെ. സൂഷി അപ്പൊ പൊട്ടറ്റോ ഒന്നും ആയിരിക്കില്ല അല്ലേ? പൊട്ടറ്റോ ആയിരിക്കോ? കൊള്ളാം, ലേസിന്റെ തന്നെ പല ഫ്ലേവേഴ്സ് ഉണ്ട്. പക്ഷെ അതാ, സ്നാക്കുകൾ ഒരുപാടുണ്ട് കേട്ടോ ഇവിടെ. എന്നല്ല, എനിക്ക് തോന്നുന്നു ബാലിയിലൊക്കെ ഉണ്ടായിരുന്നു സ്നാക്സ്. ഗമ്മ വിയറ്റ്നാമീസ് ഗമ്മ. ഡബിൾ മിന്റ്. അത് നമ്മുടെ ഡ്രൈവർ അദ്ദേഹത്തിന്റെ കയ്യിലുണ്ടായിരുന്നു. ശരിയാ, സൈലറ്റോൺ. പക്ഷെ അത് അത്ര എഫക്റ്റീവ് അല്ല. നമ്മളുടെ കയ്യിലുള്ളതാ നല്ലത്. അത് വേണ്ട. നമ്മൾ ഒരു ഡ്രൈഡ് മീറ്റ് ആണെന്ന് തോന്നുന്നു, ഫ്രഷ് മീറ്റിന്റെ ഡ്രൈഡ് വേർഷൻ. പിന്നെ സ്ക്വിഡ്, അതുപോലെ ഇതും പിന്നെ റോസ്റ്റഡ് സ്ക്വിഡ്.
അല്ല അപ്പൊ ഇതൊക്കെ ഓൾറെഡി റെഡി ടു ഈറ്റ് ആണോ? പൊട്ടിക്കുക കഴിക്കുക? നമ്മൾ ഈ ഉണക്കമീൻ കഴിക്കുന്ന പോലെ തന്നെ. ഓ അതിന് തന്നെ ഓയിസ്റ്റർ മഷ്റൂം അയ്യോ മഷ്റൂമിന്റെ ഡ്രൈഡ്. ഇതൊക്കെ വെറുതെ ആൾക്കാർ പൊട്ടിച്ചിട്ട് ഡ്രൈ ചെയ്ത് കഴിയും. ഫ്രൂട്ട്സ് ഡ്രൈ ചെയ്യുന്നു, ഫിഷ് മീറ്റ് ഡ്രൈ ചെയ്യുന്നു, ഫിഷ് ഡ്രൈ ചെയ്യുന്നു. ഇവരെല്ലാം ഡ്രൈഡിന്റെ ആൾക്കാരാണ് തോന്നുന്നു. ഉണക്കമീൻ എനിക്ക് തോന്നുന്നു അതല്ല, ആ ഫോയിൽ ഇടാനാണ് ഇതൊക്കെ. ഓയിലെല്ലാം ഡ്രൈഡ് അല്ലല്ലോ ഇടുന്നത്. ആണോ? അല്ലല്ലോ, ഓയിൽ ഫ്രഷ് ആണ്. ബീഫ് ഡ്രൈ ആണെന്ന് തോന്നുന്നു. അതെ, എല്ലാം ഡ്രൈ സാധനങ്ങൾ. ഡെലിക്കസീസ് എല്ലാം അങ്ങനെയാണെന്ന് തോന്നുന്നു. കുറെ ഡ്രൈഡ് കുറെ സംഭവം ഉണ്ട്. പക്ഷെ നമ്മളിത് മേടിച്ചു കഴിഞ്ഞാൽ നമുക്കത് എങ്ങനെ യൂസ് ചെയ്യണമെന്ന് അറിയാത്തതുകൊണ്ട് നമ്മൾ മേടിക്കുന്നില്ല. പക്ഷെ ഇതൊക്കെ വെറൈറ്റി സാധനങ്ങളാണ്. അയ്യോ അല്ല, രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ഡക്കിന്റെ ഡ്രൈ സ്കിന്ന്, മുട്ട ഡ്രൈ ചെയ്തതാ. മുട്ട മറ്റേ ഉപ്പിലിട്ടതല്ലേ, ഡക്കിന്റെ മുട്ട ഉപ്പിലിട്ടത് കഴിച്ചത്. ഇഷ്ടപ്പെട്ടില്ല, ഭയങ്കര ഉപ്പ്. ഇന്ന് വേറെന്ത് സംഭവം, സെഞ്ചുറി എഗ് എന്താ സംഭവം എനിക്ക് അറിയില്ല. സെഞ്ചുറി എഗ്ഗാ? 100 വർഷം പഴക്കമായി, അറിയില്ല എന്താ സംഭവം, അറിയില്ല. കൊള്ളാം. യെസ്, അങ്ങനെ നമ്മുടെ നാട്ടിൽ ഒരിക്കലും ഇല്ലാത്തൊരു കൾച്ചറാണ് സൂപ്പർ മാർക്കറ്റുകളിൽ ഇങ്ങനെ കള്ളുകുപ്പികൾ വിൽക്കുക. അത് ഇന്ത്യയിൽ ഇല്ല, എല്ലാ സ്ഥലത്തും എനിക്ക് തോന്നുന്നു. ഇപ്പം US-ലാണെങ്കിലും നമ്മളെല്ലാ അവിടെ UK-ലൊക്കെ ഉണ്ട്. നമുക്കത് കൾച്ചർ ഇല്ല. പക്ഷെ ഇവിടെ ഫാമിലി ആയിട്ട് എല്ലാവരും വന്ന് പല പല കള്ള് കുപ്പികളാണ്. ഇതൊക്കെ നമുക്ക് അറിയുന്നതാണോ എല്ലാം? കുഞ്ചു നോക്കി, വൈനാണോ? ഇതൊക്കെ കാണിച്ചു കൊടുക്കും ഓഡിയൻസിന്. ടൊമാറ്റിൻ കണ്ടിട്ട് ഇതെന്താ? ടൊമാറ്റിൻ സ്കോച്ച് വിസ്കി. ഹെനസി എനിക്കറിയാം, ഹെനസി അതൊക്കെ ഉണ്ട്. പിന്നെ ഇതെന്താ ബുഷ് മിൽസ് ഐറിഷ് വിസ്കി, അതറിയില്ല അല്ലേ? ഇതറിയോ? ജെന്റിൽമാൻ ജാക്ക് അറിയോ? എടുക്കണമെന്നോ? റെഡ് ലേബൽ എനിക്കറിയാം, റെഡ് ലേബൽ. പിന്നെ ഇതെനിക്കറിയാം, എന്തായിരുന്നു? ഷിവാസ്, അതെനിക്കറിയാം. പിന്നെ അങ്ങനെ കള്ളുകുപ്പികൾ ഉണ്ട്. ഇതൊക്കെ നമുക്കറിയാം. സ്മിർനോഫ്, അതൊക്കെ ഉണ്ട്. ഇതുണ്ട് കുഞ്ചു, നമ്മുടെ ഇത് ഹാഗമൈസർ, അതൊക്കെ ഉണ്ട്. സോ ഇവിടെ ആൾക്കാർ സൂപ്പർ മാർക്കറ്റിൽ വന്നാണ് കള്ളുകുപ്പികൾ മേടിക്കുക. ഒരുവിധം എല്ലാവർക്കും അത് അറിയായിരിക്കുമല്ലോ അല്ലേ? ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. പക്ഷെ അതൊരു ഇവിടുത്തെ ഒരു കൾച്ചറാണ്, ഇവിടുത്തെ ഒരു സൂപ്പർ മാർക്കറ്റിൻ്റെ ഭാഗമാണ് ഇത് പർച്ചേസ് ചെയ്യുക, ഇതൊരു കൗണ്ടർ വയ്ക്കുക എന്നൊക്കെ ഉള്ളത്. യെസ്, അപ്പോൾ ഇത് മൊത്തം ആ സെക്ഷനാണ്. നമുക്ക് ഇവിടെ നിന്ന് ഇപ്പോൾ ഒന്നും മേടിക്കാനില്ല. ഇത് വൈൻസ് ആണ്. വൈനുകളും കുറേ വെറൈറ്റീസ് ഉണ്ട്. ഏതൊക്കെയാണ് നോക്കി ആൾക്കാർ. പക്ഷെ ഇവിടെ തിരക്ക് കുറവാണ്, അതുകൊണ്ട് നമ്മൾ ഇരിക്കുന്നു. അപ്പോൾ നമുക്ക് പോവാം, അങ്ങോട്ട് പോവാം. ഇത് വിയറ്റ്നാം പാലുകൾ, പിന്നെ യോഗേർട്ടൊക്കെയാണ്. ഇവിടെ കണ്ടോ, ഇങ്ങനെയാണ്, ഇങ്ങനെ ഒരു ഡപ്പ നമ്മളിങ്ങനെ പൊട്ടിച്ചിട്ട് അങ്ങനെ തന്നെ കുടിക്കുന്ന പോലെ. അതാ, പല ഫ്ലേവേർഡിലുള്ള മിൽക്കുകളും കേർഡും ഒക്കെയാണ് ഇവിടെ ഉള്ളത്. നോ ഷുഗർ എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. സോ ഇതൊക്കെയാണ് ഇവിടുത്തെ ഒതൻറ്റിക് ആയിട്ടുള്ള വിന്ന മിൽക്ക്, വിന്ന കേർഡ്, ലോത്ത മിൽക്ക്, അങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ പേരുകൾ. ലോത്ത മിൽക്ക്, നമ്മുടെ നാട്ടിലെ മുരല്ലിയൊക്കെ പോലെ. ഇതെന്താ? യക്കൂൾട്ടിന്റെ. ഓക്കെ. നാട്ടിലില്ല ഫ്ലേവേഴ്സ്. ഓ ഇത് മറ്റതല്ലേ, സിർലാക്ക് പോലെ, അതൊക്കെ ഉണ്ട് ഇവിടെ. സോ ഈ ഒരു സെക്ഷൻ മൊത്തം അങ്ങനെയാണ്. ഇത് കണ്ടോ, യോഗേർട്ടിൽ ദ ട്രൂ യോഗേർട്ട്, അതിൽ നമ്മൾ ഈ ടോപ്പിങ്സ് ഇട്ടിട്ട് നമുക്ക് അപ്പം കഴിക്കാം. റെഡി ടു ഈറ്റ് ആണ്. യെസ്, അങ്ങോട്ട് പോകണം. ഐസ്ക്രീംസ്, ഇത് ഐസ്ക്രീംസിൻ്റെ ഒരു ഇതാണ്. ഇവിടുത്തെ മെയിൻ ബ്രാൻഡാണ് ദ ട്രൂ. ഈ ദ ട്രൂവിൻ്റെ നമ്മളൊരു ഐസ്ക്രീം ട്രൈ ചെയ്തിരുന്നു, അത് നല്ലായിരുന്നു കേട്ടോ. സോ എനിക്ക് തോന്നുന്നു ഇവിടത്തെയാണ്. ദുവാ ഹന നഹ വിന മിൽക്ക്, ആ പാലിന്റെ ബ്രാൻഡിന്റെ മിൽക്ക് ചോക്ലേറ്റ്. അമൂൽ കുൽഫി പോലത്തെയൊക്കെ ആ ഒരു സംഭവമാണ് മിൽക്ക് ചോക്ലേറ്റ്. എവിടെ? സോജു. ഇത്
കൊറിയൻ സിനിമകളൊക്കെ കൊറിയൻ സീരീസ് ഒക്കെ ഫോളോ ചെയ്യുന്ന എല്ലാവർക്കും അറിയാം, കൊറിയൻ ആളുകളൊക്കെ എപ്പോഴും ഒരു ഭക്ഷണത്തിന്റെ കൂടെ മെയിൻ ആയിട്ട് കഴിക്കുന്ന സാധനമാണ് സോജു. ഇത് ഒരു കൈൻഡ് ഓഫ് ബിയർ പോലത്തെ ആൽക്കഹോൾ ആണ്, പക്ഷെ അവര് ഡെയിലി ഭക്ഷണത്തിന്റെ കൂടെ ഉൾപ്പെടുത്തും സോജു. ഇതെല്ലാം ഐസ്ക്രീം സെക്ഷനാണ്. ബാക്കിയുള്ള ബ്രാൻഡുകളൊന്നും നമ്മൾ ട്രൈ ചെയ്തിട്ടില്ല, അതുകൊണ്ട് നമുക്കറിയില്ല. പക്ഷെ ഇതൊക്കെ വാട്ടർമെലൺ ഫ്ലേവർ എല്ലാം ഇങ്ങനത്തെ സ്റ്റിക്കുകളാണ്. സോ ഈ ഒരു സെക്ഷൻ മൊത്തം ഐസ്ക്രീംസ് ആണ്. അടച്ചോ? അപ്പോൾ ഐസ്ക്രീം നമ്മൾ ഒന്ന് വേറെ ട്രൈ ചെയ്യാന്ന് വിചാരിച്ചു. ഏത് ബ്രാൻഡ് എടുത്ത്? മറ്റേ ബിനാ മിൽക്കിന്റെ. ഞാൻ ഫിഷ് ഐസ്ക്രീം സാൻഡ്വിച്ച്. അങ്ങനെ അതായത് ഇവിടെ ഫിഷിന്റെ കുറെ സംഭവം ഉണ്ട്. ഫിഷിന് നമ്മളന്ന് അവിടെ പോയപ്പോൾ ഫിഷിന്റെ കേക്ക് ഉണ്ട്, ഫിഷ് ഷേപ്പ് കേക്ക്, കോയിൻ ഷേപ്പ് കേക്ക്, അതൊക്കെ ഉണ്ടാക്കുന്നുണ്ടായിരുന്നു. അത് ലൈവ് ആയിരുന്ന ബിസ്ക്കറ്റ് ആയിരുന്നു. ഇത് അതിന്റെ സാൻഡ്വിച്ച് കേക്ക്. ഇതിപ്പോ ഐസ്ക്രീം സാൻഡ്വിച്ച്. എന്താ നമുക്ക് നോക്കാം, വാനില ചോക്ലേറ്റ് ഫ്ലേവർ ട്രൈ ചെയ്ത് നോക്കാം. എല്ലാം ഒരു ട്രൈ ആണല്ലോ. അതെ, ഫ്ലോപ്പ് ആവില്ല, എനിക്കറിയാം. ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞു. ഇത്രയും സാധനങ്ങൾ ഞങ്ങൾ ഇവിടുന്ന് വാങ്ങിച്ചു. ഇനി നമ്മൾ ഈ ഒരു വീഡിയോ വൈൻഡപ്പ് ചെയ്യുവാണ്. ഇവിടുത്തെ കുറച്ച് സാധനങ്ങൾ നിങ്ങളെ ഇൻട്രൊഡ്യൂസ് ചെയ്തു എന്ന് വിശ്വസിക്കുന്നു. നെക്സ്റ്റ് ടൈം നിങ്ങൾ വരുമ്പോഴും നിങ്ങൾക്ക് വേണമെങ്കിൽ ഉപയോഗപ്രദമാകും ഈ കിങ് കോങ് മാർട്ട് എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഈ ഒരു കുട്ടി വ്ളോഗ് ഞങ്ങൾ രണ്ടുപേരും ടാറ്റ ബൈ ബൈ പറയാം. ബൈ ഫ്രം വിയറ്റ്നാം.